ഞാനെപ്പോഴും ഇതുപോലുള്ള ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സിനോട് ഞാൻ പ്രത്യേകിച്ച് പറയാറുള്ളത്, നിങ്ങളുടെ ആശയം വളരെ സ്ട്രോങ് ആയിരിക്കണം. അവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതായത് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. ആശയം തുടങ്ങാൻ പോകുന്ന ആശയം വളരെ സ്ട്രോങ് ആയിരിക്കണം. തന്നെയല്ല, അതിൻ്റെ മാർക്കറ്റബിലിറ്റി ശരിക്കും സ്റ്റഡി ചെയ്യണം. ഞാൻ പറയും, തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഒത്തിരി ഹോംവർക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും വിജയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയോ പേര് വിജയിച്ച ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കും ആയിക്കൂടാ എന്ന് തന്നെയാണ് ഞാനും പറയാറ്. നേരത്തെ പറഞ്ഞല്ലോ, 2047 ഇന്ത്യ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഞാനൊക്കെ അത് കാണാനുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്നത്തെ ആ കാര്യത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വളരെ യങ്സ്റ്റേഴ്സ് വളരെ ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. ഇന്ത്യ ഓൾറെഡി ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വേൾഡ് എക്കണോമിയിൽ ഒരു 1 among 5 ആയിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പുതിയ ചെറുപ്പക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അവർക്ക് സാധ്യതകൾ കൂടുതലാണ് കമ്പയർ ടു ഞങ്ങളെപ്പോലുള്ള പഴയ ആളുകളെ അപേക്ഷിച്ച്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. കേരളത്തിനും അതിൻ്റെ ഗുണം കിട്ടട്ടെ.